യൂതിത്ത് അദ്ധ്യായം 15. അസ്രിയാക്കാരുടെ പലായനം. കൂടാരത്തിലിരുന്നവർ അത് കേട്ടു. നടന്ന സംഭവത്തിൽ അവർ വിസ്മയഭരിതരായി. അവർ പേടിച്ച് വിറച്ച് ആരെയും കാത്തുനിൽക്കാതെ ഒരൊറ്റ കുതിപ്പിന് മല മുകളിലും സമതലത്തിലുമുള്ള എല്ലാ പാതകളിലൂടെയും ഇറങ്ങിയോടി. ബത്തൂലിയായ്ക്ക് ചുറ്റുമുള്ള കുന്നുകളിൽ പാളയമടിച്ചിരുന്നവരും പലായനം ചെയ്തു. ഇസ്രായേൽ പടയാളികൾ അവരുടെ മേൽ ചാടി വീണു. ഉസിയ ആകട്ടെ ബത്തോമസ്തായിം, ബേബായി, കോബ, കോള എന്നിവിടങ്ങളിലേക്കും ഇസ്രായേലിൻ്റെ അതിർത്തികളിലേക്കും ആളുകളെ അയച്ച് സംഭവിച്ചതെന്തെന്ന് അറിയിക്കുകയും തങ്ങളുടെ ശത്രുക്കളെ ആക്രമിച്ച് നശിപ്പിക്കാൻ അവരെ ആവേശം കൊള്ളിക്കുകയും ചെയ്തു. വാർത്ത കേട്ട ഇസ്രായേൽക്കാർ ഒറ്റക്കെട്ടായി ശത്രുവിൻ്റെ മേൽ ചാടി വീഴുകയും അവരെ അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ട് കോബ വരെ പിന്തുടരുകയും ചെയ്തു. ജെറുസലേമിലും മലമ്പ്രദേശത്തും ഉണ്ടായിരുന്നവരും വന്നു ചേർന്നു. ശത്രുപാളയത്തിലുണ്ടായ സംഭവം അവരെയും അറിയിച്ചിരുന്നു. ഗിലെയാദിലും ഗലീലിയിലും വസിച്ചിരുന്നവർ ദമാസ്കസിനും അതിർത്തികൾക്കും അപ്പുറം വരെയും ശത്രുക്കളെ കടന്നാക്രമിച്ച് വൻപിച്ച കൊല നടത്തി. ശേഷിച്ച ബത്തൂലിയാക്കാർ അസ്രിയാക്കാരുടെ പാളയം കൊള്ള ചെയ്ത് ധാരാളം മുതൽ കൈവശമാക്കി. സംഹാരം കഴിഞ്ഞ ഇസ്രായേൽക്കാർ മടങ്ങിവന്ന് ശേഷിച്ചത് കൈവശപ്പെടുത്തി. സമതലത്തിലും മലമ്പ്രദേശത്തും ഉണ്ടായിരുന്ന ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ധാരാളം കൊള്ളമുതൽ ചെന്നെത്തി. അത് അത്രയധികമുണ്ടായിരുന്നു. ഇസ്രായേൽ ആഹ്ലാദിക്കുന്നു. കർത്താവ് ഇസ്രായേലിന് ചെയ്ത നന്മകൾക്ക് സാക്ഷ്യം വഹിക്കുകയും യൂദത്തിനെ സന്ദർശിച്ച് മംഗളം ആശംസിക്കുകയും ചെയ്യാൻ പ്രധാന പുരോഹിതനായ യോവാക്കിമും ജെറുസലേമിലെ ഇസ്രായേൽക്കാരുടെ ആലോചനാ സംഘവും വന്നു. അവളെ കണ്ട മാത്രയിൽ അവർ ഏകസ്വരത്തിൽ അനുഗ്രഹാശിസ്സുകൾ വർഷിച്ചു. ജെറുസലേമിൻ്റെ ഉന്നതിയും ഇസ്രായേലിൻ്റെ മഹിമയും ദേശത്തിൻ്റെ അഭിമാനവുമാണ് നീ. നീ ഒറ്റയ്ക്ക് ഇതെല്ലാം ചെയ്ത ഇസ്രായേലിന് വലിയ നന്മ ചെയ്തിരിക്കുന്നു. ദൈവം അതിൽ പ്രസാദിച്ചിരിക്കുന്നു. സർവശക്തനായ കർത്താവ് നിന്നെ എന്നേക്കും അനുഗ്രഹിക്കട്ടെ. ജനക്കൂട്ടം പറഞ്ഞു, അങ്ങനെ സംഭവിക്കട്ടെ. ജനം 30 ദിവസം പാളയം കൊള്ളയടിച്ചു. അവർ ഹോളോഫർണസിൻ്റെ കൂടാരവും വെള്ളിത്തട്ടങ്ങളും ശയ്യകളും പാത്രങ്ങളും ഗൃഹോപകരണങ്ങളും യൂദത്തിന് നൽകി. അവൾ അവ കഴുതപ്പുറത്ത് കയറ്റുകയും വണ്ടികൾ കൂട്ടിയിണക്കി സാധനങ്ങൾ അതിൽ കൂമ്പാരം കൂട്ടുകയും ചെയ്തു. അപ്പോൾ ഇസ്രായേലിലെ സ്ത്രീകളെല്ലാവരും കൂടെ അവളെ കാണാനെത്തി. അവർ അവൾക്ക് ആശിസരുളി. ചിലർ അവളുടെ മുൻപിൽ നൃത്തം ചെയ്തു. അവളാകട്ടെ മരശില്ലകളെടുത്ത് തന്നോട് കൂടെയുണ്ടായിരുന്ന ആ സ്ത്രീകൾക്ക് നൽകി. അനന്തരം അവളും കൂടെയുണ്ടായിരുന്നവരും ഒലിവിലകൾ കൊണ്ട് കിരീടമുണ്ടാക്കി അണിഞ്ഞു. ആ മഹിളകളുടെ മുൻപിൽ നിന്ന് നൃത്തം ചെയ്ത് അവരെ നയിച്ചുകൊണ്ട് അവൾ ജനത്തിൻ്റെ മുൻപിൽ പോയപ്പോൾ ആയുധധാരികളായ ഇസ്രായേൽ പുരുഷന്മാർ പൂമാലകൾ അണിഞ്ഞ പാട്ടുപാടിക്കൊണ്ട് അവരെ അനുഗമിച്ചു. യൂദിത്ത് ഇസ്രായേൽ ജനത്തിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് കൃതജ്ഞതാസ്തോത്രം ആലപിച്ചു. ജനം ആ സ്തുതിഗീതം ഉച്ചത്തിൽ ഏറ്റുപാടി.